ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള കർമ്മങ്ങൾ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങളാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങളിലൂടെ ഒരുവൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുദുസിയായ ഹദീസിൽ ഇപ്രകാരം കാണാം: അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമെന്നാൽ ഒരു അടിമ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ റമദാൻ മാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന അള്ളാഹു നിർബന്ധമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നോമ്പ് എന്നുള്ളത്. നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ റമദാൻ മാസത്തിൽ നമ്മൾ എടുക്കുന്ന നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഈ നോമ്പ് എന്ന പ്രവൃത്തി എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക. ആ നോമ്പിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുക്കുക. അള്ളാഹു പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മുൻപുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ആ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ നോമ്പ് നിർബന്ധമാണ്. നിർബന്ധമായ കർമ്മങ്ങളാകട്ടെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളതാണ്. മാത്രമല്ല, മുൻഗാമികൾക്കും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് നോമ്പ്. എന്തിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകുന്നതിന് വേണ്ടിയെന്നാണ്. മറ്റുള്ള ഇബാദത്തുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് നോമ്പ്. ആ നിർബന്ധമായ നോമ്പ് നമ്മൾ നോൽക്കുമ്പോൾ ആ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ നിർബന്ധമായ നോമ്പ് നിർവഹിക്കുക. ആ നോമ്പിനെ, അതിൻ്റെ പ്രതിഫലം കുറച്ച് കളയുന്ന, ആ നോമ്പിനെ മുറിച്ച് കളയുന്ന തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം: ഇദാ സുംത ഫൽയസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മആസിം. നീ നോമ്പെടുത്തു കഴിഞ്ഞാൽ നിന്റെ കണ്ണും കാതും അതുപോലെ തന്നെ നിന്റെ നാവും എല്ലാം തിന്മകളിൽ നിന്നും കളവുകളിൽ നിന്നും നോമ്പെടുത്തുകൊള്ളട്ടെ. നോമ്പ് വയറിന് മാത്രമല്ല, നേരെ മറിച്ച് ഈ അവയവങ്ങൾക്കെല്ലാം നോമ്പുണ്ടായിരിക്കണം. വദഅ അൽ ഖാദിം, നിന്റെ ഖാദിമിനെ, നിന്റെ സേവകനെ, നിന്റെ പണിക്കാരെ നീ ഉപദ്രവിക്കരുത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നീ ഉപദ്രവിക്കരുത്. നാവ് കൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരാളെയും നീ ഉപദ്രവിക്കാൻ പാടില്ല. അതൊക്കെ നോമ്പിൽ നമ്മൾ ചെയ്യേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. വല്യകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ യൗമ സിയാമിക്. നീ നോമ്പെടുത്ത ദിവസം നിനക്കൊരു ഗാംഭീര്യവും ഒരു അച്ചടക്കവും ഉണ്ടായിരിക്കണം. വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സിയാമിക സവാ. നീ നോമ്പെടുക്കുന്ന ദിവസവും നോമ്പെടുക്കാത്ത ദിവസവും ഒരുപോലെ നീ ആക്കി തീർക്കരുത്. ഇത് ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന വളരെ മഹത്തായ ഒരു ഉപദേശമാണ്. അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കി നോമ്പനുഷ്ഠിക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ നോമ്പെടുക്കുമ്പോൾ ഈ പറഞ്ഞ മര്യാദകൾ നമ്മൾ പാലിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.